ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ അതിനു മുമ്പിട്ടൊരു കാര്യം, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എല്ലാവരും ഒന്ന് പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ബെല്ലൈക്കൺ അമർത്തുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചായ ഞങ്ങളുടെ നാട്ടിൽ തന്നെയുള്ള ബീച്ചാണ്. ആ ബീച്ചിലേക്കാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 5 കിലോമീറ്ററോളം ഞങ്ങൾക്ക് ബീച്ച് കൂടി ഡ്രൈവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അവിടെ ഇന്നിപ്പം വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 233 കോടിയുടെ നവീകരണ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്ന് 233 കോടി 7 ലക്ഷം അങ്ങനെ എങ്ങാണ്ടാണ് ഇപ്പോൾ അതിനുള്ള ചെലവ് വരുന്നത്. അപ്പോൾ ആ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ കൂടെ തന്നെ 4 കിലോമീറ്ററോളം വാക്ക് വേയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ മാഹി ബൈപ്പാസിൽ കൂടെ ഏകദേശം എത്താറായി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് മാഹി ബൈപ്പാസിലാണ് ഞങ്ങൾ ഇപ്പോൾ നിൽക്കുന്നത്. ഏകദേശം ഞങ്ങൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് അവിടെ എത്തും. അവിടെ എത്തിയിട്ട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അറിയാം. നമുക്ക് ആ വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ എന്നാൽ പെട്ടെന്ന് ആവുമോ വർക്കുകൾ എന്താണെന്നുള്ളത് നമുക്ക് അവിടെ പോയിട്ട് കണ്ട് മനസ്സിലാക്കാം ഗായ്സ്. ഇവിടെ എൻട്രി ഫീ ഉണ്ട്. നമ്മൾ എത്തിയിരിക്കുകയാണ് ഗായ്സ്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലാണ് ഇന്ന്. നല്ല വെയിലിന് നല്ല ചൂടുണ്ട്. ഇന്നലെ നല്ല മഴ പെയ്തിട്ട് പിടുത്തം പൊട്ട മഴയായിരുന്നു ഇന്നലെ. അപ്പോൾ ആ മഴ പെയ്ത കാരണം അതുകൊണ്ട് ഇന്ന് വെയിലിന് നല്ല ചൂടാണ് കാണുന്നത്. ഇതാണ് ഈ നീണ്ട് കിടക്കുന്ന, റൈറ്റ് സൈഡിൽ കയറി റൈറ്റ് സൈഡിൽ അങ്ങത്തോളം ഏകദേശം 2-3 കിലോമീറ്റർ നീണ്ട് കിടക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. ഇതാണ് വർക്ക്. ഈ റൈറ്റ് സൈഡിലാണ് വർക്ക് നടക്കുന്നത്. വാക്ക് വേ അല്ല, റൈറ്റ് സൈഡിലാണെന്നല്ല നടക്കുന്നത്. വർക്ക് നല്ല തകൃതിയായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഗായ്സ്. പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കുന്ന പറയുന്നത്. മീറേ, നമ്മുടെ ടൂറിസം മേഖല എങ്ങനെ പോകുന്നു? ഇപ്പോൾ കേരളത്തിൻ്റെ ടൂറിസം നല്ല രീതിയിൽ പോകുന്നില്ലേ? നല്ല രീതിയിൽ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. വർക്കും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അങ്ങ് പോട്ടെ എന്നാണ്. ഇവിടെ വന്നിട്ട് വൈകുന്നേരം ഇപ്പം ഏകദേശം 3-4 മണിയായി കഴിഞ്ഞു. ഇപ്പം നല്ല വെയിൽ കാരണം പുറത്തിറങ്ങി ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അവിടെ പിന്നെ കടലിൽ നിന്ന് കുളിക്കാനൊക്കെ പിള്ളേരൊക്കെ വരും. ഇപ്പോൾ ആരെയും കാണുന്നില്ല. വെയിൽ കാരണം ആരും പുറത്തിറങ്ങാത്തൊരു സാഹചര്യമാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളത്. അത്രയും നല്ല വെയിലാണ്. അതേസമയം സൂര്യാഘാതം ഏറ്റിട്ട് പൊള്ളലേറ്റ ആൾക്കാരൊക്കെ ഉണ്ട് അടുത്തൊക്കെ. അതുകൊണ്ട് ഇന്നലെയൊക്കെ എല്ലാ എന്താ ഇവിടെ ഹോം സ്റ്റേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാ കാണുന്നതാണ് ഹോം സ്റ്റേ ആണ്. ആ കാണുന്നത് അപ്പുറത്ത്. നല്ലൊരു വൈബാണ്. ഈവനിങ് വൈബ്, നല്ല അടിപൊളി വൈബാണ് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ. ആണ് ഗായ്സ് നമ്മുടെ വാക്ക് വേ ഏകദേശം വർക്കുകളൊക്കെ കഴിഞ്ഞതായി കാണുന്നുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ഇത് തുറന്നു കൊടുത്തിട്ടില്ല. ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്ത് കാണുന്നില്ല. പ്രത്യേകം പറയേണ്ടത്, അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഗായ്സ്. നോക്കൂ, വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ചെടികൾ പ്രത്യേകം, ചെടികളൊക്കെ ഉണങ്ങിപ്പോയിട്ടുണ്ട്. ഇത് ഓപ്പണിങ്ങിന് മുന്നേ തന്നെ, ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ഈ ചെടികൾ ഇത് വെള്ളമൊഴിക്കായിട്ടാണോ വളവിടായിട്ടാണോ എന്താണെന്നറിയില്ല. ചെടി ഇപ്പം ആരടുത്ത് എത്തിക്കണ്ട ഈ ചെടി കരിഞ്ഞു പോയ സംഗതി? മീറെ, കൃഷി ഓഫീസറോട് ഇടപെട്ടിട്ട് ഇത് റെഡിയാക്കേണ്ടി വരും. കാരണം ഈ ഉദ്ഘാടനത്തിന് മുന്നേ തന്നെ ഇത്രയും നല്ല ചെടികൾ, എല്ലാ ചെടികളും കരിഞ്ഞു പോയി കാണുന്നുണ്ട്. അപ്പോൾ ആരെ ബന്ധപ്പെട്ടവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും മനോഹരമായി സെറ്റ് ചെയ്തിട്ട്, ചെടികളൊക്കെ സെറ്റ് ചെയ്തിട്ട് കരിഞ്ഞു പോവുക, വാടിപ്പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നഷ്ടം തന്നെയാണ് നമുക്ക്.
ഇതൊക്കെ ഒന്ന് രണ്ട് ഇതിനിടയിൽ രണ്ടൊന്നുമല്ല, ഒരുപാട്. ഇവിടെ തന്നെ അവിടെ എൻട്രൻസ് ഇല്ല നമുക്ക്, എന്നിട്ടും ഞങ്ങൾ അവിടെ നിന്ന് വീഡിയോ ചെയ്യാണ്. ഇതൊക്കെ പോയി, നശിച്ചു പോയി. ഇവിടെ തന്നെ മൂന്ന് അവിടെ 5 എണ്ണം കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് വാക്ക്വേയുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ. പക്ഷെ അവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്, അങ്ങോട്ട് ആർക്കും എൻട്രി ഇല്ല. എന്നാലും ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. ആ ഗ്യാപ്പിൽ കൂടെ കയറിയിട്ട് നമുക്ക് നോക്കാം വർക്കുകളൊക്കെ എന്തായി എന്നുള്ളത്. സുഹൃത്തുക്കളെ, നോക്കൂ, മനോഹരമായ തിരമാലകൾ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. തിരമാലകൾ എണ്ണണമെങ്കിൽ എണ്ണാവുന്നവർക്ക് വന്ന് എണ്ണാനും ഇരിക്കാനും ഒക്കെ സൗകര്യമുണ്ട്. നല്ല രീതിയിൽ വന്ന് തിരമാല എണ്ണി കളിക്കുന്നവർക്ക് കളിക്കാനുള്ള സൗകര്യമുണ്ട്. ഒരു ഈവനിങ് സമയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരമാല എണ്ണി കളിക്കാം. ഇവിടെ ഡ്രൈവ് ചെയ്യാനുള്ളൊരു വൈബ് വേറെ തന്നെയാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഡ്രൈവിംഗ് പഠിക്കാനുള്ളവർക്ക് വന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കാൻ പറ്റിയൊരു സ്ഥലം കൂടിയാണ്. പിള്ളേരൊക്കെ കൊണ്ടുവന്നിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കണമെങ്കിൽ വണ്ടിയിൽ സ്വസ്ഥമായിട്ട് ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റിയ സ്ഥലവും കൂടിയാണ്. ഇവിടെ വൈകുന്നേരങ്ങളിലൊക്കെ ഒരുപാട് ഫാമിലീസൊക്കെ വന്നിട്ട് ഡ്രൈവിംഗ് പഠിക്കുന്നത്. അതാ ചെറിയ മോളെ കൊണ്ട് ഒരു വണ്ടി എടുക്കും, മോളല്ല, ചെറിയൊരു മോളെ കൊണ്ട് സ്പ്ലെൻഡർ പഠിപ്പിക്കുകയാണ് അച്ഛൻ. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും, വണ്ടി പഠിക്കുന്ന കാഴ്ചകൾ. ഇവിടെയാണ് എൻഡ് വരുന്നത്. ലെഫ്റ്റ് സൈഡ് വന്നു കഴിഞ്ഞാൽ എൻഡ് വരുന്ന സ്ഥലമാണിത്. ഇവിടെ വന്ന് അവസാനിക്കും. ഇവിടം വരെ നമുക്ക് വണ്ടി ഓടിച്ച് വരാം. ഇതൊക്കെയാണ് തുരുത്തുകളാണ് കാണുന്നത്. കുറച്ച് തുരുത്തുകളൊക്കെ കാണാൻ സാധിക്കും. നമുക്ക് അങ്ങനെ നടന്ന് പോവാം, അവിടേക്കൊക്കെ പോവാം. നടന്ന് വൈകുന്നേരങ്ങളിലൊക്കെ പോയി തുരുത്തിലൊക്കെ പോയി നമുക്ക് പോയി വരാം. അതൊന്നും കുഴപ്പമില്ല. നല്ല തിരയുള്ളപ്പോൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി, ബാക്കിയുള്ള സമയത്ത് നോർമലാണ്.